നമസ്തേ. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള ഡെസ്റ്റിനി ഏജൻസ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് സോൾസ് ഉണ്ട്. നമ്മുടെ കർമ്മം എന്താണോ ആ കർമ്മപാതയിലൂടെ നമ്മൾ പോകുന്ന സമയത്ത്, അതിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്കായിരിക്കും ഇറങ്ങിയിട്ടുണ്ടാകുക. അങ്ങനെയാണ് വിജയികളുടെ ഒക്കെ ജീവിതത്തിൽ. പക്ഷേ പിന്നീട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഹെൽപ്പിംഗ് സോൾസ് അല്ലെങ്കിൽ ഡെസ്റ്റിനി ഏജൻസ് അല്ലെങ്കിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ആത്മാക്കൾ നമ്മുടെ മുന്നിലേക്ക് വരുമെന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കാത്തതായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോഴൊക്കെ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും നമ്മളെ കൃത്യമായിട്ട് സുരക്ഷിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നു. പ്രപഞ്ചം യഥാർത്ഥത്തിൽ നിങ്ങളാകുന്ന ഈ കർമ്മത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഈ ആത്മാവിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും അയക്കുന്നതായിട്ടുള്ള ആത്മാക്കളാണ് അവർ ഓരോരുത്തരും. അവർക്ക് അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളുമുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ ഈ ആത്മാക്കളൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കും. ചില മഹത്തായിട്ടുള്ള ലക്ഷ്യങ്ങൾ പരസ്പരം സഹകരിച്ചുകൊണ്ടും സഹായിച്ചുകൊണ്ടും നേടുന്നതിന് വേണ്ടി. അങ്ങനെയായിരിക്കാം ഒരുപക്ഷെ ഞാൻ ഈ സംസാരിക്കുന്നതും അതുപോലെ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളും ഇതിൽ സംവദിക്കുന്നവരുമൊക്കെ നമ്മളൊക്കെ ഈ ഒരു സ്ഥലത്ത് ആയിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ ഈ വീഡിയോകളിലൂടെ ഈ സന്ദേശങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാനിവിടെ പ്രധാനമായിട്ടും ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ നമ്മളെ സഹായിക്കുന്ന ആത്മാക്കൾ മാത്രമല്ല, നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ടുള്ള ഡിസ്ട്രാക്ട് ചെയ്യുന്നതായിട്ടുള്ള ആത്മാക്കളും ഉണ്ട് എന്നുള്ളതാണ്. പല സമയത്തും വഴിതെറ്റിപ്പോയതായിട്ടുള്ള ആത്മാക്കൾ, സ്വന്തമായിട്ടുള്ള ലക്ഷ്യം എന്താണ് എന്നുള്ളത് കണ്ടെത്താൻ സാധിക്കാത്തതായിട്ടുള്ള ആത്മാക്കൾ, സ്വന്തമായിട്ടുള്ള ലക്ഷ്യം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നമ്മളായിരിക്കുന്നതായിട്ടുള്ള വർക്ക് നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല. ആ വർക്കിൽ നിന്ന് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കില്ല. നമുക്കതിൽ നിന്ന് യാതൊരുവിധ സംതൃപ്തിയും ലഭിക്കാതിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ഈ ജോലി എന്ന് പറയുന്നത് വെറും മെക്കാനിക്കലായിട്ടുള്ള ഒരു പ്രോസസ്സ് മാത്രമായിട്ട് മാറുന്ന സമയത്ത് നമ്മുടെ ആത്മാവ് അത് അറിയുന്നില്ല. ചിലപ്പോൾ നമ്മുടെ ബ്രെയിൻ അറിയുന്നുണ്ടായിരിക്കും, നമ്മുടെ മൈൻഡ് അറിയുന്നുണ്ടായിരിക്കും, നമ്മുടെ ശരീരം അറിയുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മളവിടെ മെക്കാനിക്കലാണ്. വി ആർ നോട്ട് ഹാപ്പി എന്നുള്ളതാണ്. നമുക്കവിടെ സന്തോഷം ലഭിക്കുന്നില്ല, നമുക്കവിടെ ലൈഫ് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നില്ല. കാരണം ഞാൻ എത്തേണ്ട കർമ്മത്തിലല്ല ഞാൻ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യന്മാർ അവർ വഴിതെറ്റിയത് കൊണ്ട്, അവർ കൊള്ളയടിക്കപ്പെട്ടതുകൊണ്ട് അവർ നിങ്ങളെയും വഴിതെറ്റിക്കാനായിട്ടും നിങ്ങളെയും കൊള്ളയടിക്കാനായിട്ടും വന്നു ചേരും എന്നുള്ളതാണ്. അവർ നിങ്ങളുടെ സമയം കവർന്നെടുക്കും, അവർ നിങ്ങളുടെ ഊർജം കവർന്നെടുക്കും, അവർ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കും എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ സഹായിക്കുന്ന ആത്മാക്കളുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആത്മാക്കളാണ് ഇവർ എന്നുള്ളത്. നമ്മുടെ മുൻജന്മത്തിന്റെ കാരണം അവിടെ ഉണ്ടായ ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള സഹായിക്കുന്ന ആത്മാക്കളുടെയും ഇത്തരത്തിലുള്ള ഡിസ്ട്രാക്റ്റഡ് സോൾസിന്റെ ഒക്കെ പ്രവർത്തന രീതികളിലും അതിൻ്റെ എക്സിസ്റ്റൻസിലും ഒക്കെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ആ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അതിനപ്പുറത്തേക്ക് നമുക്കിവിടെ ഉള്ളതെന്താ? നമ്മുടെ പൂർവ്വജന്മമല്ല, വരാനിരിക്കുന്ന ജന്മമല്ല. നമുക്കിവിടെ ഉള്ളത് നമ്മുടെ ഇപ്പോഴുള്ള ഈ ജന്മമാണ്. സോ ഈ ജന്മത്തിൽ നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഇവർ എത്ര ഡിസ്ട്രാക്ഷൻ ചെയ്താലും എത്ര വഴി തിരിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഫോക്കസ് കൈവിടാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. സോ എന്താണ് എൻ്റെ ലക്ഷ്യം എന്നുള്ളത് മനസ്സിലാക്കുക. അതിന് ഞാൻ എൻ്റെ ഉള്ളിലേക്ക് തിരിയണം, ഇൻട്രോസ്പെക്റ്റ് ചെയ്യണം. കേവലം ഏതെങ്കിലും ഒരു സൈക്കോളജി ടെസ്റ്റ് നടത്തിയത് കൊണ്ടോ, കേവലം ഏതെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ ഗുരുക്കന്മാരോ ആരെങ്കിലും ഒക്കെ ഡയറക്റ്റ് ചെയ്തത് കൊണ്ടോ ഒന്നും നമുക്ക് നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള പർപ്പസിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ അവകാശപ്പെടുന്നു. കാരണം ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ഏതെങ്കിലും ചില ക്വസ്റ്റിനെയറുകളോ എ സെറ്റ് ഓഫ് സയന്റിഫിക് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സോ മാത്രം തീരുമാനിക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ കണ്ടിട്ടുണ്ട് ചില വ്യക്തികളെ, ഈ വ്യക്തി 2-3 വർഷത്തിനുള്ളിൽ മരിച്ചു പോകും, അത്രയും സീരിയസ് ആയിട്ടുള്ള ക്യാൻസറാണ് ഇദ്ദേഹത്തിന്റെ തലച്ചോറിനെ അല്ലെങ്കിൽ തലയ്ക്ക് ബാധിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടും 10 വർഷമല്ല 20 വർഷത്തോളം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതായിട്ടുള്ള വ്യക്തികളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അതേ സമയത്ത് ഒരു ആരോഗ്യ പ്രശ്നം ഇല്ലാത്തൊരു വ്യക്തിയാകട്ടെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നതായിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. ഇതിൻ്റെയൊക്കെ കോയിൻസിഡൻസ് അല്ലെങ്കിൽ അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നതിനപ്പുറത്തേക്ക് എന്തൊക്കെയാണ് നമ്മളുടെ ചുറ്റിനുമുള്ളത് എന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും നമ്മുടെ നിയന്ത്രണത്തിലല്ല. പക്ഷേ നമ്മുടെ നിയന്ത്രണത്തിലുള്ളത് എന്താണ്? ഇപ്പോൾ എന്ന് പറയുന്ന ഈ മൊമെൻ്റ് ആണ്, നൗ എന്ന് പറയുന്നതാണ്. സോ ഇപ്പോൾ എനിക്കെന്ത് ചെയ്യാനായിട്ട് സാധിക്കും? എനിക്കെന്ത് സൊല്യൂഷൻ കൊടുക്കാനായിട്ട് സാധിക്കും ഒരു പ്രോബ്ലത്തിന്? എൻ്റെ സൊസൈറ്റിയിൽ മറ്റുള്ള സഹജീവികൾ സഫർ ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രശ്നത്തിന് എന്ത് രീതിയിൽ എനിക്കൊരു പരിഹാരം വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കും? അതുവഴി എനിക്ക് എങ്ങനെ ഒരു ക്രിയേറ്റർ ആകാനായിട്ട് സാധിക്കും? എനിക്ക് എങ്ങനെ എൻ്റെ മൂല്യത്തിനെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും? ഈ രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും അതൊരു തരത്തിലുള്ള ഒരു ഇൻട്രോസ്പെക്ഷനാണ്. ഞാൻ പറയുന്ന ഈ സൈക്കോളജി ടെസ്റ്റുകളൊന്നും വേണ്ടെന്നല്ല, ഇതെല്ലാം ഉപയോഗിക്കാം. എല്ലാത്തിനെയും ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ നമ്മുടെ ബിഗ് പിക്ചർ അത് കാണണം, അത് ഗ്രാസ്പ് ചെയ്തെടുക്കണം. ഈ ബിഗ് പിക്ചർ കണ്ടിട്ടില്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബിഗ് പിക്ചർ എന്ന് പറയുന്നത് ഒരു പക്ഷി മുകളിൽ കൂടെ പറന്നു പോകുമ്പോൾ കാണുന്നുള്ള ആ ഒരു വിഗഹ വീക്ഷണം എന്ന് പറയുന്ന സംഗതി. അതിനപ്പുറത്തേക്ക് നമുക്കൊരു വോംസ് ഐ വ്യൂ മാത്രമേ ഉള്ളൂ.
അല്ലെങ്കിൽ നമ്മളൊരു മണ്ണിര കാണുന്നത് പോലെ ഒരു ചെറിയ മണൽത്തരിയാണ് ഏറ്റവും വലിയ ലോകമെന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള വിശാലമായിട്ടുള്ള ലോകത്തിൽ ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ബിഗ് പിക്ചർ കണ്ട് വിഹക വീക്ഷണം നടത്തിയിട്ട് എല്ലാത്തിനെയും ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ അടിസ്ഥാനപരമായിട്ടുള്ള സന്ദേശം. അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയിലേക്ക് നമുക്ക് എത്തിച്ചേരാനും ആ ഇഷ്ടപ്പെട്ട മേഖലയെ ആ കർമ്മത്തിനെ ആസ്വദിച്ചുകൊണ്ട് ചെയ്തുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് ഒരു സർവീസായിട്ട് മാറുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ വാല്യൂ വർദ്ധിക്കുകയും അങ്ങനെ നമ്മൾ വിജയിച്ചൊരു ക്രിയേറ്ററായിട്ട് മാറുകയും ചെയ്യും എന്നുള്ള ഈ ഒരു സന്ദേശം ഡെലിവറി ചെയ്തുകൊണ്ട് തൽക്കാലത്തേക്ക് തുടരുവാൻ വേണ്ടി തന്നെ നിർത്തുകയാണ്. നമസ്തേ.